ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് നിറച്ച മുടി വേരോടെ കറുപ്പിക്കാനും അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ ബ്രൗൺ കളർ മുടിയായിരിക്കും, നല്ല കറുപ്പുള്ള മുടിയായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മുടി നല്ല രീതിയിൽ കറുപ്പ് വരാനും പിന്നെ മുടി കൊഴിച്ചിൽ മാറിയിട്ട് മുടി ഉള്ളോടുകൂടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു റെമഡി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ആയുർവേദ കൂട്ടാണ് കേട്ടോ. നിങ്ങളിത് 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1-2 ആഴ്ച നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. തുടർച്ചയായി ഒരു 6 മാസമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് കരിഞ്ജീരകമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു എക്സ്ട്രാ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒത്തിരി ബെനിഫിറ്റാണ്. അത് നിങ്ങൾ മാക്സിമം ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ബാക്കി എല്ലാം നമ്മളെ കയ്യിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മൻസൂറ. ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ചേരുവകൾക്ക് കൃത്യമായ അളവുണ്ട്. ഞാനിവിടെ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആ അളവിൽ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ 50 ഗ്രാം നമ്മൾ കരിഞ്ജീരകമാണ് എടുക്കുന്നത്. കരിഞ്ജീരകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം ഹെൽപ്ഫുള്ളാവുന്ന ഒരു റെമഡിയാണ് മുടിയുടെ കാര്യത്തിൽ കേട്ടോ. മുടിയുടെ കാര്യത്തിൽ മാത്രമല്ല, ശാരീരികമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കരിഞ്ജീരകം വെച്ചിട്ട് പല രീതിയിൽ ഒത്തിരി റെമഡീസ് ഉള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം കാണിക്കുന്നത് ഹെയർ കെയർ ആണ് കേട്ടോ, കരിഞ്ജീരകം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കരിഞ്ജീരകം 50 ഗ്രാമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് ആണ് സ്പെഷ്യലായിട്ടുള്ള സംഭവം. അത് വന്നിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, ഇത് കാപ്പിക്കുരു ആണ്. അപ്പോൾ ഈ ഒരു കാപ്പിക്കുരു നിങ്ങൾ ഈ ഒരു കൂട്ടിൽ ഒരിക്കലും മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത്. കാരണം കാപ്പിക്കുരു തന്നെയായിട്ട് എടുക്കണം കേട്ടോ. നമുക്ക് മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ബെനിഫിറ്റുള്ള ഘടകങ്ങൾ കാപ്പിക്കുരുവിലും തേയിലയിലും ഒക്കെ ഉണ്ട്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കാപ്പിക്കുരു. അതേപോലെ ഈ വയനാട് ഏരിയയിൽ ഉള്ള ആളുകൾക്കൊക്കെ ഒരിക്കലും ഈ ഒരു കാപ്പിക്കുരു ഒരു ക്ഷാമമായിട്ട് തോന്നില്ല. അപ്പോൾ കാപ്പിക്കുരു നമ്മൾ എടുക്കുന്നത് 50 ഗ്രാം തന്നെയാണ് കേട്ടോ, ഈക്വലാണ്. അതായത് കരിഞ്ജീരകവും കാപ്പിക്കുരും 50 ഗ്രാമാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ചുവന്നുള്ളിയാണ് കേട്ടോ. ചുവന്നുള്ളി നമുക്ക് ഏകദേശം വലുപ്പമുള്ള 6-7 ചുവന്നുള്ളി മതിയാവും. അത്ര മതിയാവും കേട്ടോ, അതിനപ്പുറത്തേക്ക് വേണമെന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ നാരങ്ങയാണ് കേട്ടോ, മുഴുവനായിട്ടുള്ളൊരു നാരങ്ങയാണ് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിതുപോലെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കടുകൊക്കെ വറക്കില്ലേ, അപ്പം പൊട്ടിത്തെറിക്കില്ല, അതേപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. നമുക്ക് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കരിഞ്ജീരകം ഈ ഒരു ചട്ടിയിൽ കിടന്നിട്ട് കരിയുന്ന രീതിയാണ്. കരിഞ്ഞ മണം വരുന്ന വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു കരിഞ്ജീരകം നന്നായിട്ട് കരിച്ചെടുക്കണം ഈ ഒരു ചട്ടിയുടെ ചൂടിൽ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കാപ്പിക്കുരും ഇതേ പ്രോസസ്സായിട്ട്, അതായത് കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 50 ഗ്രാം കരിഞ്ജീരകവും 50 ഗ്രാം കാപ്പിക്കുരുവും നമ്മൾ ചട്ടിയിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം കരിഞ്ജീരകം കരിച്ചിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം കാപ്പിക്കുരുവും ഇതേപോലെ കരിച്ചിട്ട് ആ ഒരു ചട്ടിയിലേക്ക് തന്നെ കരിഞ്ജീരകം നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 75 മില്ലി വെളിച്ചെണ്ണയാണ് കേട്ടോ. മില്ലിഗ്രാമാണ്, 75 മില്ലിഗ്രാം വെളിച്ചെണ്ണയാണ് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ചോട്ടെ. ആ തിളച്ചതിലേക്ക് നമ്മൾ തിളയ്ക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ചുവന്നുള്ളി ഉണ്ടല്ലോ, ആ ചുവന്നുള്ളി നല്ലതുപോലെ ചതച്ചിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായി പൊന്തി വരും. അതിനുശേഷം അതൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം ഈ ഒരു വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂട് ആറിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഈ ഒരു കൂട്ടാണ് നമ്മൾ തലയിൽ തേക്കുന്നത്. ഈ ഒരു കൂട്ട് ഇങ്ങനെ തന്നെ 2 ദിവസം ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് നമ്മളൊരു ഗ്ലാസ് ജാറിലേക്ക് ഈ ഒരു കരിഞ്ജീരകവും കാപ്പിക്കുരുവും ഒക്കെ അരിച്ച് മാറ്റിയതിന് ശേഷം
ആ ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ തലയിൽ തേക്കേണ്ടത്. ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ദിവസവും രാത്രിയിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിലാണ് കേട്ടോ തേച്ച് പിടിപ്പിക്കേണ്ടത്. മുടിയിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളിത് ചെയ്യുന്നതിന് മുൻപ് പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ മുടി ഒന്ന് നന്നായി മൊട്ട അടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് ഇതിന് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്കും ആണെങ്കിലും ഇത് മുടി മൊട്ടടിക്കണമെന്നൊന്നുമില്ല, പക്ഷെ നിങ്ങൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്കറിയാം. നിങ്ങളിത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസു അക്ബർ സൈനിങ് ഓഫ്.